നമസ്കാരം. ഇന്ത്യൻ പാസ്പോർട്ട് വെറുമൊരു യാത്രാരേഖ മാത്രമാണെന്നും പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം. വിദേശ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന വേളയിൽ പാസ്പോർട്ട് ഒരാളുടെ ദേശീയതയെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിനെ പൗരത്വാവകാശങ്ങൾ സ്ഥാപിക്കാനുള്ള രേഖയായി കാണാനാകില്ല എന്നാണ് മന്ത്രാലയം പറയുന്നത്. അതേസമയം വെനസ്വേലയെ ഞെട്ടിച്ച് ഇരട്ട ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു. നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. രാജ്യത്ത് നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. അതോടൊപ്പം ഇന്ത്യയിലേക്കുള്ള 30 കപ്പലുകൾ ഇതുവരെ സുരക്ഷിതമായി ഹോർമുസ് കടലിടുക്ക് കടന്നെന്ന ആശ്വാസ വാർത്തയും പുറത്തുവരുന്നു. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെളിപ്പെടുത്തൽ. ഇന്ത്യൻ നിയമപ്രകാരം പാസ്പോർട്ട് എന്നത് പ്രധാനമായും ഒരു രാജ്യാന്തര യാത്രാരേഖ മാത്രമാണ്. അന്താരാഷ്ട്ര യാത്രകൾക്കായി സർക്കാർ നൽകുന്ന പ്രാഥമിക യാത്രാരേഖ. അത് പൗരത്വത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും നിയമപരമായി പൗരത്വം തെളിയിക്കുന്ന സമ്പൂർണ്ണ രേഖയല്ല എന്നാണ് വിദേശ മന്ത്രാലയത്തിന്റെ വാദം. 14ാമത് പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ചാണ് മന്ത്രാലയം ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം നൽകിയത്. പാസ്പോർട്ട് കൈവശമുള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് പൗരത്വം തെളിയിക്കാനാവില്ലെന്നും പാസ്പോർട്ടിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിനാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. പാസ്പോർട്ടിന്റെ പുറം ചട്ടയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുപോലെ സർക്കാർ ആവശ്യപ്പെടുന്ന പക്ഷം അത് തിരികെ നൽകാൻ കൈവശക്കാരൻ ബാധ്യസ്ഥനാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. വെനസ്വേലയെ ഞെട്ടിച്ച് ഇരട്ട ഭൂകമ്പം. തുടർച്ചയായി ഉണ്ടായ ഭൂകമ്പത്തിൽ 32 പേർ കൊല്ലപ്പെട്ടതായും 700-ലധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. മരണസംഖ്യ 10,000 മുതൽ 1,00,000 വരെയാകാൻ സാധ്യതയുണ്ട് എന്നാണ് US ജിയോളജിക്കൽ സർവേ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. തലസ്ഥാനമായ കാരക്കസിലെ ഒരു മുനിസിപ്പാലിറ്റിയിൽ 2 കെട്ടിടങ്ങൾ തകർന്ന് 3 മരണമുണ്ടായതായി പ്രാദേശിക മേയർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരക്കസിൽ നിരവധി ബഹുനില കെട്ടിടങ്ങളും ഒരു ഹോട്ടലും പൂർണ്ണമായി തകർന്നു വീണു. നിരവധി ആളുകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ഇന്ത്യയിലേക്കുള്ള 30 കപ്പലുകൾ ഇതുവരെ സുരക്ഷിതമായി ഹോർമുസ് കടലിടുക്ക് കടന്നതായി റിപ്പോർട്ട്. ഷിപ്പിംഗ് മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പേർഷ്യൻ ഉൾക്കടലിൽ ഇന്ത്യയിലേക്കുള്ള 26 കപ്പലുകൾ കൂടി കാത്തുകിടക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തോടെ ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം മെച്ചപ്പെട്ടതായാണ് വിലയിരുത്തൽ. ഇന്ത്യയിലെ തുറമുഖങ്ങളിലേക്കുള്ള 30 കപ്പലുകളിൽ പകുതിയിലധികവും LPG, LNG എന്നിവ കൊണ്ടുപോകുന്നവയാണ്. 8 കപ്പലുകൾ ബൾക്ക് കാർഗോയും 7 കപ്പലുകൾ ക്രൂഡ് ഓയിൽ ടാങ്കറുകളുമാണ്. ഇന്ത്യയിലേക്ക് LPGയും എണ്ണയും എത്തിക്കുന്ന കപ്പലുകളുടെ നീക്കം അധികൃതർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. സ്പേസ് എക്സിന്റെ വിപണി മൂല്യത്തിലുണ്ടായ ഇടിവ് മൂലം കമ്പനി സിഇഒയും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനുമായ ഇലോൺ മസ്കിന് ട്രില്യണയർ പദവി നഷ്ടമായി. ജൂൺ 16-നാണ് ബ്ലൂംബർഗ് ശതകോടീശ്വരന്മാരുടെ സൂചിക അനുസരിച്ച് മസ്കിന്റെ ആസ്തികളുടെ മൂല്യം $1.32 ട്രില്യൺ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയത്. ഇതോടെ അദ്ദേഹം ലോകത്തെ ആദ്യ ട്രില്യണറായി മാറി. എന്നാൽ ഓഹരി വിപണിയിൽ സ്പേസ് എക്സിന് തിരിച്ചടി നേരിട്ടതോടെ അദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം $957 ബില്യൺ കുറഞ്ഞു. അദ്ദേഹത്തിന്റെ വ്യക്തിഗത സമ്പത്തിൽ നിന്ന് ഏകദേശം $365 ബില്യൺ ഇല്ലാതായത്. ട്രില്യണയർ പദവി നഷ്ടപ്പെട്ടെങ്കിലും മസ്ക് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി തുടരുകയാണ്. ജൂൺ 12-ന് സ്പേസ് എക്സ് റെക്കോർഡ് മുന്നേറ്റത്തോടെ ഓഹരി വിപണിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് മസ്കിന്റെ ആസ്തി മൂല്യം കുതിച്ചുയർന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരിത്ര നേട്ടത്തിലേക്ക്. പ്രവർത്തനം ആരംഭിച്ച് 2 വർഷത്തിനുള്ളിൽ 1000 കപ്പലുകളെ വരവേറ്റ് വിഴിഞ്ഞം തുറമുഖം ശ്രദ്ധേയമായിരിക്കുകയാണ്. ബുധനാഴ്ച വൈകിട്ട് നങ്കൂരമിട്ട MSC ലൂസിയാന എന്ന മദർഷിപ്പിലൂടെയാണ് തുറമുഖം ഈ സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടത്. ഇതിനകം 20 ലക്ഷത്തിലധികം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത വിഴിഞ്ഞം രാജ്യത്ത് ഏറ്റവും വേഗത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന തുറമുഖമായും മാറിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര കപ്പൽ ചാലുകൾക്ക് സമീപമുള്ള തുറമുഖത്തിന്റെ തന്ത്രപരമായ സ്ഥാനം ആഗോള മാരിടൈം ഭൂപടത്തിൽ വിഴിഞ്ഞത്തെ ഒരു പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വളർത്താൻ സഹായിച്ചുവെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു.
എഥനോൾ കലർത്തിയ പെട്രോൾ അതായത് E20 ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. E20 പെട്രോൾ ഉപയോഗം കാരണം വാഹനങ്ങൾക്ക് വ്യാപകമായ എഞ്ചിൻ തകരാറുകളോ മറ്റ് പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ശാസ്ത്രീയമായി പരിശോധിച്ചും കർശനമായ നിരീക്ഷണത്തിലുമാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്നും സർക്കാർ അറിയിച്ചു. സോഷ്യൽ മീഡിയയിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്നും പെട്രോളിൽ എഥനോൾ ചേർക്കുന്നത് പരിസ്ഥിതി സൗഹൃദവും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതവുമാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള സംവരണത്തിന് നിശ്ചയിച്ചിട്ടുള്ള 8 ലക്ഷം രൂപയുടെ വാർഷിക വരുമാന പരിധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ ഉയർന്ന ഫീസ് ഘടന താങ്ങാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളോ മറ്റ് സാമ്പത്തിക സഹായങ്ങളോ തേടാവുന്നതാണെന്ന് കോടതി നിരീക്ഷിച്ചു. രാജസ്ഥാൻ ഹൈക്കോടതിയുടെ മുൻ ഉത്തരവിൽ ഇടപെടാൻ ജസ്റ്റിസുമാരായ BV നാഗരത്ന, ജോലിയ ഭാഗി എന്നിവരടങ്ങിയ ബെഞ്ച് വിസമ്മതിക്കുകയായിരുന്നു. രാജസ്ഥാനിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് ഘടനയെയും അവിടെ EWS മാനദണ്ഡങ്ങൾ ബാധകമാക്കുന്നതിനെയും ചോദ്യം ചെയ്ത് ഹർഷവർദ്ധൻ സിംഗ് എന്നയാളാണ് കോടതിയെ സമീപിച്ചത്. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ പ്രതിവർഷം 18.9 ലക്ഷം മുതൽ 25 ലക്ഷം വരെ ഫീസ് ഈടാക്കുമ്പോൾ EWS പരിധിയായ 8 ലക്ഷം രൂപ എന്നത് പ്രായോഗികമല്ലെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നായ 1975-ലെ ദേശീയ അടിയന്തരാവസ്ഥ ഇനി സ്കൂൾ കുട്ടികളും പഠിക്കും. ചരിത്രത്തിൽ ആദ്യമായാണ് പ്രത്യേക പാഠഭാഗമായി അടിയന്തരാവസ്ഥ പഠിപ്പിക്കുന്നത്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ പ്രത്യേക പാഠഭാഗമായിട്ടാണ് NCERT അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് എന്ന പുതുക്കിയ പാഠപുസ്തകത്തിലാണ് ജനാധിപത്യം നേരിട്ട വൻ പ്രതിസന്ധിയായി അടിയന്തരാവസ്ഥയെ ചിത്രീകരിക്കുന്നത്. 9ാം ക്ലാസ് സിലബസിൽ ഇതിനു മുൻപ് ഇത്തരമൊരു ഭാഗം ഉണ്ടായിരുന്നില്ലെന്ന് NCERT അധികൃതർ വ്യക്തമാക്കി. റിയാദിൽ 4 പുതിയ റോഡ് പദ്ധതികൾ നടപ്പാക്കാൻ ആരംഭിച്ചു. റിംഗ് റോഡുകളും പ്രധാന റോഡുകളും വികസിപ്പിക്കാനായുള്ള പദ്ധതിയുടെ 4ാം ഘട്ടമാണ് ആരംഭിച്ചത്. 9.8 ബില്യൺ റിയാൽ ചെലവിട്ടാണ് വികസന പദ്ധതി. റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. മൊത്തം 40 കിലോമീറ്ററാണ് വികസിപ്പിക്കുന്നത്. ഷൈഖ് ജാബിർ റോഡ്, പ്രിൻസ് മിഷൽ ബിൻ അബ്ദുൽ അസീസ് റോഡ്, പ്രിൻസ് തുർക്കി ബിൻ അബ്ദുൽ അസീസ് റോഡ്, നജ്മുദ്ദീൻ അൽ അയൂബി റോഡ് എന്നിവിടങ്ങളിലാണ് വികസന പദ്ധതികൾ. 14 പ്രധാന ഇന്റർസെക്ഷനുകൾ, 33 പാലങ്ങൾ, 5 ടണലുകൾ, 6 കാൽനട പാലങ്ങൾ എന്നിവയാണ് പദ്ധതിയിലുള്ളതെന്ന് കമ്മീഷൻ അറിയിച്ചു. പ്രതിദിനം 9,50,000 വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ ശേഷിയുണ്ടാകുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഇന്ന് ഗ്രാമിന് 255 രൂപയും പവന് 2040 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 12,845 രൂപയായും 1 പവൻ സ്വർണത്തിന് വില 1,02,760 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 10,560 രൂപയും പവന് 84,480 രൂപയുമാണ് ഇന്നത്തെ വിപണി വില. വെള്ളി ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 235 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.